കേവലം 15 രൂപയ്ക്ക് 100 കിലോമീറ്റർ സഞ്ചരിക്കാൻ കഴിയുന്ന ഡെയിലി യൂസിൽ നമുക്ക് സാധാരണ പർപ്പസുകൾക്കൊക്കെ കമ്മ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനത്തെയാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഗ്രീവ്സ് കോട്ടൺ എന്ന് പറയുന്ന വാഹന നിർമ്മാണ കമ്പനിയുടെ ആംബിയർ മാഗ്നുസ് എന്ന് പറയുന്ന മോഡൽ. ഈ വാഹനത്തിലെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡിസൈൻ തന്നെയാണ്. അതിനെക്കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഈ വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത് ഗ്രീവ്സ് കോട്ടൺ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനിയാണ് ഇവരുടെ മദർ കമ്പനി എന്ന് പറയാം. ഒരുപാട് വർഷമായിട്ട് ഈ മേക്കിംഗ് മേഖലയിലുള്ള ഒരു നിർമ്മാണ കമ്പനിയാണ്. 2008 മുതലാണ് അവർ ഇലക്ട്രിക് വാഹനങ്ങൾ നിർമ്മിച്ചു തുടങ്ങിയെന്ന് പറയാം. എനിക്ക് തോന്നുന്നു അതിന് മുമ്പ് ഒരു മോട്ടോറുകൾ അങ്ങനത്തെ ചില എഞ്ചിനുകളൊക്കെയാണ് നിർമ്മിച്ചു തുടങ്ങിയെന്നാണ് എൻ്റെ ഓർമ്മ. ഈ വാഹനത്തെക്കുറിച്ച് പറയുന്ന സമയത്ത്, അതായത് ആംബിയർ എന്ന് പറയുന്ന ലൈനപ്പിനെ കുറിച്ച് പറയുന്ന സമയത്ത് അവർക്ക് ഒരുപാട് മോഡലുകളുണ്ട്. ആംബിയർ മാഗ്നസ് ഉണ്ട്, അതുപോലെ തന്നെ ആംബിയർ പ്രയസ് എന്ന് പറഞ്ഞിട്ടൊരു മോഡൽ. അങ്ങനെ കുറേ മോഡലുകൾ ഇതിനകത്ത് ഉണ്ട്. അതിൽ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നൊരു മോഡലാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന മാഗ്നസ് എന്ന് പറയാം. ഈ മോഡലിൻ്റെ 2 പ്രത്യേകതകൾ ഞാൻ എണ്ണാം. ഒന്നാമത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസൈൻ മികവ്. അതിലേക്ക് ഞാൻ വരാം. അതിന് മുമ്പ് ഒരു കാര്യം കൂടി പറയാം. ഇതിനകത്തുള്ള ഒരു 60 വോൾട്ടിൻ്റെ ബാറ്ററിയാണ്. അത് പൂർണ്ണമായും ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന യൂണിറ്റ് 2 യൂണിറ്റ് മാത്രമാണ്. അപ്പം ഒരു 7 രൂപ ഒക്കെ വെച്ച് കൂട്ടിക്കഴിഞ്ഞാൽ ഒരു 15 രൂപയുടെ താഴെ നമുക്ക് ഈ ഒരു വാഹനം പൂർണ്ണമായിട്ടും ചാർജ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ചാർജ് ചെയ്യുകയാണെങ്കിൽ കമ്പനി അവകാശപ്പെടുന്ന മൈലേജ് 110, അതായത് റേഞ്ച് 110 കിലോമീറ്ററാണ്. 90 മുതൽ 105 വരെ കിട്ടുന്ന കസ്റ്റമേഴ്സ് നിലവിലുണ്ട് എന്നാണ് ഇവരും പറയുന്നത്. അതായത് ആംബിയറിൻ്റെ ടീം പറയുന്നത്. ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിൽ ഔട്ട്ലെറ്റ് വന്നു. എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് ഔട്ട്ലെറ്റ് ഇപ്പോൾ ഒരു പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ ഈ ഒരു വാഹനം കാണുന്നത്. എന്നാലും കൊള്ളാം. രണ്ടാമതൊരു കാര്യം, അതായത് ഫസ്റ്റ് ഞാൻ പറഞ്ഞ പോയിന്റ്, ഇതിൻ്റെ ഡിസൈൻ മികവാണ്. ശരിക്കും ഒരു ഇലക്ട്രിക് വാഹനമാണോ എന്നുള്ള രണ്ടാമത്തെ ചോദ്യം ചോദിക്കേണ്ട അവസ്ഥ. കുറച്ച് ആളുകൾക്ക് നമ്പർ പ്ലേറ്റ് കണ്ടാൽ മനസ്സിലാവും. പക്ഷേ ഡിസൈൻ വൈസ് നോക്കുന്ന സമയത്ത് നമ്മൾ ഇതുവരെ കണ്ടിട്ടുള്ള പല സ്കൂട്ടറുകളുടെയും സെയിം പാറ്റേണിലാണ് ഇത് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഫ്രണ്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു ഭാഗമൊക്കെ നമ്മൾ നേരത്തെ കണ്ട് കണക്ട് ചെയ്തിട്ടുള്ള ഒരു ഭാഗമായിട്ടാണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ഇൻഡിക്കേറ്റർ ഹാലജനായിട്ടാണ് കൊടുത്തത്. മാത്രമല്ല ഈ ഒരു ഭാഗം നോക്കിയാൽ അത് ഫുള്ള് ലൈറ്റാണെന്ന് തോന്നും. അതേപോലെ തന്നെ താഴ്ഭാഗത്ത് ഒരു ക്രോം എലമെൻറ്റും കൂടി കൊടുത്തിട്ട് അതിനൊരു യു ഷേപ്പിൽ ക്രമീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ആംപിയർ എന്ന് പറയുന്ന ഒരു സ്റ്റിക്കർ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഹെഡ് ലാമ്പും DRLും വരുന്ന ഈ ഒരു ഭാഗത്താണ്. മുകളിലത്തെ ഭാഗം ഹെഡ് ലാമ്പ് യൂണിറ്റും താഴേക്ക് വരുന്ന സമയത്ത് ചെറിയ DRL പാറ്റേണും അവിടെ കൊടുത്തിട്ടുണ്ട്. വർക്കിംഗ് ആണ്, കൊള്ളാം. അതും നമ്മൾ എവിടേക്കോ അല്ലേ ഒരു സ്കൂട്ടിയിലൊക്കെ കണ്ട് പുതിയ വാഹനത്തിലേക്ക് വരുന്ന സമയത്തുള്ള ആ ഒരു ഗിമ്മിക്കുകളോ കാര്യങ്ങളോ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. പിന്നെ ഒരു കാര്യം ഉണ്ടായിരിക്കും, ഇതിന് എന്താണ് വില എന്നൊരു ചോദ്യമുണ്ട്. 1,17,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഡീറ്റെയിൽ അറിയാൻ വേണ്ടിയിട്ട് നിയറസ്റ്റ് ആയിട്ടുള്ള ആംബിയറിൻ്റെ ഷോറൂംസിനകത്തൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്നുള്ളതാണ്. സൈഡ് വ്യൂ മിറേഴ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. വീലിൻ്റെ ഭാഗത്തേക്ക് വരുന്ന സമയത്ത് ഡിസ്ക് ബ്രേക്ക് ഇല്ല എന്നുള്ളൊരു കാര്യമുണ്ട്. സാധാരണഗതിയിലുള്ള വീലുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അതേപോലെ ഉണ്ടോ ബ്രേക്കിൻ്റെ ഭാഗങ്ങൾ, കൺട്രോൾസും കാര്യങ്ങളൊക്കെ അതും ശരിക്കും ആ ഒരു പഴയ സിസ്റ്റം തന്നെയാണ് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി ബാക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ ഒരു കൺട്രോൾ സൈഡിനെ കുറിച്ച് പറയാം. അത് പറഞ്ഞിട്ട് നമുക്ക് ബാക്കിലേക്ക് പോകാം എന്നുള്ളതാണ്. ഒരു സാധാരണ വാഹനത്തിൽ നമ്മൾ കാണുന്ന പല കൺട്രോളുകളും തന്നെയാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. കുറച്ചിങ്ങോട്ട് കയറി നിൽക്കുന്നു. ഹോണ് ആണ്, ഓടുന്ന റിവേഴ്സിൻ്റെ ഒരു ബട്ടൺ, അതുപോലെ തന്നെ ഇൻഡിക്കേറ്റർ, ഹെഡ് ലാമ്പിൻ്റെ കൺട്രോൾസ് കാര്യങ്ങൾ, എഞ്ചിൻ സ്റ്റാർട്ട് സ്റ്റോപ്പ് ബട്ടൺ, എച്ച് ലോ 2 ബട്ടണുകൾ കാണാം. അതായത് 2 മോഡുകളാണെന്ന് വേണമെങ്കിൽ പറയാം. അതായത് ലോ മോഡും ഹൈ മോഡും. ലോയിൽ ഇടുന്ന സമയത്ത് നമുക്കൊരു 39 വരെയൊക്കെയാണ് ടോപ്പ് സ്പീഡ് വരുന്നത്. ഹൈയിലേക്ക് ഇടുന്ന സമയത്ത് നമുക്കൊരു 70 വരെ. ശരിക്കും കമ്പനി അവകാശപ്പെടുന്ന എനിക്ക് തോന്നുന്നു 77 ഇതിൻ്റെ ടോപ്പ് സ്പീഡ് എന്നുള്ളതാണ്. കൊള്ളാം. അതേപോലെ തന്നെ ഇവിടെ ചെറിയ ഒരു ഇൻസ്ട്രുമെൻറ്റ് ഏരിയ കാണാം. ഒരു ചെറിയ ഡിജിറ്റൽ ഭാഗമായിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിനകത്ത് സ്പീഡ്, ഓഡോമീറ്റർ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് 73 കിലോമീറ്റർ ബാക്കിയുണ്ട്. പക്ഷേ ഇതുകൊണ്ട് എത്ര റേഞ്ച് ഓടാൻ പറ്റും എന്നുള്ളത് ഇവിടെ എവിടെയും കാണിക്കുന്നില്ല. പക്ഷേ എന്നിട്ട് കഴിഞ്ഞാലും ആവശ്യമുള്ള ഇൻഫർമേഷൻസൊക്കെ വളരെ കുഞ്ഞതാക്കി കൊടുത്ത പോലെ. അതുപോലെ ഇവിടെ നമുക്ക് സിഗ്നൽസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വാഹനം ഓൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കേട്ടോ റെഡി എന്ന് കാണിക്കും. ഇനി ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ മാത്രമാണ് ഇത് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ സ്റ്റാൻഡ് തട്ടിയതുകൊണ്ട് ഇവിടെ റെഡ് എത്തുന്നുണ്ട്. സ്റ്റാൻഡ് ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ റെഡ് ഓഫ് ആവുകയും ചെയ്യും എന്നുള്ളതാണ്. മറ്റൊരു കാര്യം ഇവിടെ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നോക്കിയോ, ഒരു ചെറിയ നോബ് കാണാം. ഈ നോബ് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആരുടെങ്കിലും നിർത്തി സംസാരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാന്ന് പറയാം, അതിനകത്ത് കയറി ഒന്ന് കാണിക്കാം. നമ്മളിങ്ങനെ ഇരുന്ന് വർത്തമാനം പറയണം. ആ സമയത്ത് ആക്സലറേഷൻ തിരിച്ച് കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. ഇപ്പോൾ വണ്ടി ഓൺ ആണെങ്കിൽ, റെഡിയിലാണെങ്കിൽ ആക്സലറേഷൻ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി മുന്നോട്ട് പോകും. സ്റ്റാൻഡ് തട്ടണം. സ്റ്റാൻഡ് തട്ടി കഴിഞ്ഞാൽ മുന്നോട്ട് പോകില്ല. സ്റ്റാൻഡ് ഒഴിവാക്കി. ഓക്കെ, ഇനി ആക്സലറേഷൻ മുന്നോട്ട് പോകും. ആ സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതാ ബ്രേക്ക് പിടിച്ചിട്ട് ഈ ഒരു സംഭവത്തെ മുകളിലേക്ക് ആക്കി കൊടുക്കുക. ഇനി എത്ര ആക്സലറേഷൻ കൊടുത്താലും പോകില്ല. അതായത് നമ്മൾ പല വാഹനങ്ങളിൽ കണ്ടിട്ടുള്ള ആ ഒരു സെക്യൂരിറ്റി സംഭവത്തെ ഒരു നോബിൻ്റെ സഹായത്തോടു കൂടി വർക്കൗട്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു നോബ് സിസ്റ്റം കാണുന്നത്. ആക്സലറേഷൻ ലോക്ക് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, അതേപോലത്തെ ഒരു സെറ്റപ്പ്. അതുകൊള്ളാം. പിന്നെ ഇനി ഇവിടേക്ക് വരുന്ന സമയത്ത് ഇതാ ഇവിടെ ഒരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഈ സ്റ്റോറേജ് സ്പേസിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആഴമുണ്ട് കേട്ടോ. നമുക്ക് അത്യാവശ്യം ഉള്ളിലേക്ക് ഒരു കപ്പാസിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ നമുക്കൊരു ചാർജിങ് പോർട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു USB ചാർജിങ് പോർട്ട്. അപ്പോൾ നമുക്കൊരു ഫോണൊക്കെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അതിനകത്ത് ചാർജ് ചെയ്ത് തരാം. അതേപോലെ തന്നെ ഒരു ഹുക്കിൻ്റെ ഭാഗവും ഇവിടെ കൊടുത്തിട്ടുണ്ട്.
ഇനി മറ്റൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ റൈഡിനെ കുറിച്ച് പറയുന്ന സമയത്തുള്ളൊരു കാര്യം കൂടി പറയാം. ഈ ഒരു ഏരിയ ഇത് അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. അതുപോലെ തന്നെ ഫ്ലാറ്റ് ബോട്ടം പോലെയാണ് കൊടുത്തിട്ടുള്ളത്. മാത്രമല്ല ഞാൻ കാല് കയറ്റിയൊക്കെ നോക്കിയാൽ കറക്റ്റ് 90 ഡിഗ്രിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ തട്ടുന്ന ബുദ്ധിമുട്ടോ പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. മാത്രമല്ല ഇങ്ങനെ കുറച്ചൊരു അപ്ലിഫ്റ്റ് ചെയ്തിങ്ങനെ ഇരിക്കുന്ന പോലത്തെ, അതായത് നമ്മൾ സ്റ്റഡി ആയിട്ടിരിക്കുമല്ലോ സ്കൂളിലൊക്കെ പണ്ടത്തെ ഫോട്ടോയിലൊക്കെ കണ്ടില്ലേ, ഗ്രൂപ്പ് ഫോട്ടോയിൽ, അതേപോലെയൊക്കെ ഇരിക്കുന്ന പോലത്തെ ഒരു തോന്നൽ വരും. പക്ഷേ കൊള്ളാം, നൈസാണ് സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു ഇരുത്തത്തിൻ്റെ പൊസിഷൻ കൂടി ഞാൻ പറഞ്ഞു. ഇനി ഇവിടെയാണ് ചാർജിങ് പോർട്ട് വരുന്നത്. ഈ ഒരു ഏരിയയിൽ ഇത് തുറന്നു കഴിഞ്ഞാലുണ്ടോ നമുക്കൊരു ചാർജിങ് ഏരിയയാണ്. ഈ തരത്തിലുള്ള പിന്നാണ് വന്നിട്ടുള്ളത്. ചാർജർ ഞാൻ കാണിക്കാം. ഏകദേശം ഒരു 5 മുതൽ 6 മണിക്കൂർ വരെ കേട്ടോ ഈ വാഹനം ഫുൾ ചാർജ് എടുക്കുന്ന സമയം, അതായത് ഫുള്ളി ചാർജ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം എന്നാണ്. ഇവിടെ നമുക്ക് ബാക്കിലത്തെ ആളുകളുടെ ആ ഒരു പിനിയൻ്റെ ഫുഡ് സ്റ്റെപ്പ് കാര്യങ്ങളൊക്കെ കാണാം. അതുപോലെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും നമുക്ക് ഡിസ്ക് ബ്രേക്ക് ഇല്ല, ഡ്രം ബ്രേക്കാണ് വീലിലേക്ക് വരുമ്പോൾ. അതേപോലെ തന്നെ ഹബ് മോട്ടോഴ്സും നമുക്ക് അവിടെ കാണാൻ കഴിയും. ഒരു 1200 വാട്ടിൻ്റെ ഹബ് മോട്ടോറാണ് ഈ ഇതിനകത്ത് വർക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിലേക്ക് വരുന്ന സമയത്ത് ടെലസ്കോപ്പിക് സസ്പെൻഷനാണ്. ബാക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് വരുന്നത്. ബാക്കിൽ സ്റ്റോപ്പ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, ഹാലജൻ ആയിട്ടാണ്. അതുപോലെ തന്നെ ഇതൊരു ആൻട്രസ്റ്റ് പോലെ തന്നെയാണ്, അത്യാവശ്യം ഉറപ്പൊക്കെ ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. ഗ്രീൻ നമ്പർ പ്ലേറ്റ് ആണ്. അതുപോലെ സാരി ഗാർഡ്, ബാക്കിലത്തെ ആളുകൾക്ക് 2 കാലും വെക്കാനുള്ള ഇത് ഫുഡ് റെസ്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ അവിടെ കാണാം. സീറ്റും കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം ഓക്കെ ആയിട്ടുള്ള ഒരു ലെതർ ടച്ച്ഡ് സീറ്റുകളാണ് എന്നും കൂടി പറയാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗത്ത് നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. ഒരു ഹെൽമെറ്റൊക്കെ കൊള്ളാവുന്ന സ്പേസ് അതിനകത്തുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ചാർജർ. ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പ് ഉണ്ടോ, 5 മണിക്കൂർ കൊണ്ടാണ്. പിന്നെ അതുപോലെ അവിടെ ഒരു ലാമ്പ് ഓഡിറ്റും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് ബൂട്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ അതിനകത്തുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ വേണ്ടി കാണാൻ പറ്റുന്നത്. അത് ഓഫ് ആവില്ല, എങ്ങനെയാണെന്ന് അറിയാം. ഈ സീറ്റിൻ്റെ ഈ ഒരു ഭാഗത്ത് റബ്ബർ ഭാഗം ഇവിടെ ഇത് വന്നിട്ട് ഇതിമ തട്ടും. അപ്പോൾ ഓഫായി. നല്ല ഐഡിയ അല്ലേ? എന്തായാലും കൊള്ളാം. അപ്പോൾ ഇതാണ് സംഭവം. ഇതിന് ശരിക്കും ഞാൻ പറഞ്ഞല്ലോ 1,17,000 രൂപയാണ് ഈ വാഹനത്തിൻ്റെ പ്രൈസ് വരുന്നത്. ഒറ്റത്തവണ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 110 കിലോമീറ്റർ 100 കിലോമീറ്റർ യാത്ര ചെയ്യാം. അങ്ങനെയാണെങ്കിൽ 15 രൂപയാണ് ചാർജ് ചെയ്യാൻ വേണ്ടി എടുക്കുന്നത്. കാരണം 100% ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ചാർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 യൂണിറ്റാണ്. അപ്പോൾ നമുക്ക് 15 പൈസക്ക് 1 കിലോമീറ്റർ യാത്ര ചെയ്യാം എന്ന് ചുരുക്കം. മറ്റൊരു കാര്യം, ഈ വാഹനത്തിൻ്റെ പ്രൈസ് ഈ 1,17,000 എന്ന് പറഞ്ഞില്ല, അതിനകത്ത് 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഈ വാറണ്ടീൻ്റെ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു വെച്ചാൽ പ്രധാനപ്പെട്ട 5 പാർട്സിന് 5 വർഷത്തെ വാറണ്ടി ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ചാർജർ, ബാറ്ററി, അതുപോലെ തന്നെ കൺവേർട്ടർ, കൺട്രോളർ, അങ്ങനെ തുടങ്ങിയിട്ട് പ്രധാനമായിട്ടുള്ള 5 ഭാഗങ്ങൾക്കും 5 വർഷത്തെ ഗ്യാരണ്ടി ഉണ്ട് എന്നുള്ളതും കൂടി ഇതിൻ്റെ കാര്യം പറയുന്ന സമയത്ത് പറയേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ ഗ്രീവ്സ് കോട്ടനെ കുറിച്ച് പറയുമ്പോൾ അല്ലെങ്കിൽ ആംബിയറിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഇപ്പം പല ഇലക്ട്രിക് ബൈക്കുകളും പലരും കമൻറ്റ് ചെയ്യുന്നതാണ് ചൈനീസ് ആണെന്നുള്ളത്. ഇത് ശരിക്കും മെയ്ഡ് ഇൻ ഇന്ത്യ, മേക്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന കോൺസെപ്റ്റിൽ വന്നിട്ടുള്ളതാണ് എന്നാണ് ആംബിയർ എന്ന് പറയുന്ന നിർമ്മാണ കമ്പനി അവകാശപ്പെടുന്നത്. അപ്പോൾ ഇനി ഇത് ഞാൻ കുറച്ച് ദിവസങ്ങളായിട്ട് ഓടിക്കാൻ തുടങ്ങി, അതായത് ഒരു 4-5 ദിവസമായിട്ട് ഓടിക്കുന്നുണ്ട്. പല സമയത്ത് പല സിറ്റുവേഷനിൽ ഞാനിത് ഓടിച്ചിട്ടുണ്ട്. ആ സമയത്തുള്ള കുറച്ച് അനുഭവങ്ങൾ കൂടി പങ്കുവെച്ച് ഈ വീഡിയോ അവസാനിപ്പിക്കാം. ഇനി നമ്മളിതൊന്ന് ഓടിക്കാൻ പോകണം. അപ്പോൾ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഓണായിട്ട് വരും. എന്നിട്ട് നമുക്ക് ഈ ഒരു ബട്ടൺ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുത്ത് കഴിഞ്ഞാൽ ഇവിടെ റെഡി എന്ന് കാണിക്കും. അങ്ങനെ റെഡി ആയ മാത്രമാണ് ഇത് നമുക്ക് മുന്നോട്ട് എടുക്കാൻ പറ്റുക. ആക്സലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇപ്പം ഞാൻ ലോ മോഡാണ്, അതുകൊണ്ട് തന്നെ ഒരു ലീനിയർ പവർ ഡിസ്ട്രിബ്യൂഷനാണ്. ആ ഒരു ഇനീഷ്യൽ പുള്ളിങ്, അതായത് നമ്മളൊരു ഇലക്ട്രിക് വാഹനത്തിനകത്ത് പറയുന്ന ആ ഒരു ജമ്പ് ഉണ്ടല്ലോ, ടോർക്കിൻ്റെ മൊത്തം നമുക്ക് കിട്ടുന്ന ആ ഒരു ഫീൽ, അത് ശരിക്കും ഇതിനകത്തില്ല. ഭയങ്കര ലീനിയറായിട്ട് പവറപ്പ് ചെയ്ത് ഇതായി വരുന്നതാണ്. മറ്റൊരു കാര്യം, ഈ ലോ മോഡിലായതുകൊണ്ട് തന്നെ നമുക്കൊരു ചെറിയ പിടുത്തം ടയറിൻ്റെ ഭാഗത്തുനിന്ന് നമുക്ക് ഫീൽ ചെയ്യും ഇത് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത്. അതായത് എവിടെ എന്തോ ഒരു കൺട്രോൾ നമുക്ക് വരുന്ന പോലത്തെ ഒരു ഫീൽ ശരിക്കും നമുക്ക് ഈ ഒരു വാഹനത്തിനകത്ത് വരും എന്നതാണ്. ഇതിൽ നമുക്ക് ടോപ്പ് പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ ഒരു ലോ മോഡിൽ ഏറ്റവും കൂടുതൽ പോകാൻ പറ്റുന്ന സ്പീഡ് 30 ആട്ടോ. ഞാനിവിടെ ഇപ്പോൾ 39 എന്ന് പറഞ്ഞായിട്ട് ഞാൻ ഓർക്കുന്നു. 30 ടോപ്പ് സ്പീഡ്. ഇനി ഉള്ളത് ഹൈ മോഡാണ്. അപ്പം നമ്മൾ ഹൈ മോഡിലിട്ടിട്ട് ഞാനൊന്ന് സ്റ്റോപ്പ് ചെയ്തെടുക്കാം. ജസ്റ്റ് ഒന്ന് ഹൈ മോഡിലേക്ക് മാറ്റണം. ശരിക്കും ഡ്രൈവിനിടയിൽ തന്നെ അത് മാറ്റട്ടോ. ഹൈ മോഡിലിടുന്ന സമയത്തും ചെറിയൊരു വ്യത്യാസം മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതായത് ഭയങ്കരമായിട്ടൊരു ഡിഫറൻസ് ഇതിനകത്ത് വരുമെന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷേ ആക്സലറേഷൻ നല്ല വ്യത്യാസമുണ്ട്. അതായത് നമ്മൾ ക്രൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ലോ മോഡിൽ നിന്ന് ഹൈ മോഡിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ആ ഒരു ഡ്രൈവിൻ്റെ ഫീല് ശരിക്കും നമുക്ക് മനസ്സിലാവും. പിന്നെ നമ്മൾ പല വാഹനങ്ങളിലും പറയുന്ന പോലെ തന്നെ സ്പോർട്സ് മോഡ്, ഹൈ മോഡ് നമുക്ക് വേണമെങ്കിൽ സ്പോർട്സ് മോഡ് എന്ന് വിശേഷിപ്പിക്കാം. അപ്പോൾ ഇവിടെ ബാറ്ററി എത്രമാത്രം ചേഞ്ച് വരും തുടങ്ങിയിട്ട് കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിക്കുന്നില്ല. പകരം ഇതിനകത്ത് 1, 2 എന്ന് കാണിക്കുന്നുണ്ട്. അതായത് 1 ആവുന്ന സമയത്ത് ലോ മോഡ്, 2 ആവുന്ന സമയത്ത് ഹൈ മോഡ്, അങ്ങനെയാണ് കാണിക്കുന്നത് എന്നതാണ്. അപ്പം പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സ്പേസ് ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുട്ടിൻ്റെ ഭാഗത്തൊക്കെ കാരണം ഞാൻ നല്ല നീളമുള്ള ആളാണ്. സാധാരണഗതിയിൽ ചില വാഹനത്തിനകത്തൊക്കെ നമുക്ക് അവിടെ തട്ടാറുണ്ട്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ തട്ടുന്ന പ്രശ്നമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ വളച്ചെടുക്കുമ്പോഴൊന്നും കാല് സ്റ്റിയറിംഗിൽ മുട്ടുന്ന പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. സസ്പെൻഷനും ഓക്കെയാണ് ഒരു പരിധി വരെ. അതായത് ഭയങ്കര ഫ്ലോട്ടിംഗ് എന്ന് ഞാൻ പറയില്ല, പക്ഷേ എന്ന് പറഞ്ഞാൽ സ്മൂത്താണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മളൊരു ഗട്ടറും കാര്യങ്ങളൊക്കെ ചാടും. ഇപ്പോൾ നമ്മൾ പോകുന്ന റോഡും അത്യാവശ്യം മോശം റോഡ് തന്നെയാണ്. പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനകത്തൊക്കെ നല്ല ഇപ്പോൾ നമ്മൾ പല മോശം റോഡിലൂടെ ഞാൻ നേരത്തെ മുമ്പ് ഓടിച്ചിട്ടുമ്പോഴും വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ആ ബേസ് നോക്കുമ്പോഴും ഇത് നൈസാണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഒരു 60-70 സ്പീഡിലൊക്കെ സാധാരണ ഇതിൽ നമ്മൾ അത്രയ്ക്ക് സ്പീഡിലേ പോകുള്ളൂ ഈ ഒരു
പറ്റുന്നതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന ആൾക്കാർക്ക് നല്ലൊരു ഓപ്ഷനായിട്ട് എനിക്കിത് തോന്നിയിട്ടുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഇത് ക്ലോസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഇതിൻ്റെ കൺട്രോൾ ഒക്കെ നൈസാണ്, വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, ഈസി ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഞാൻ ഇത്രയും കാലം ക്രൂസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ 4-5 ദിവസം ഓടിച്ചുകൊണ്ടിരുന്നത് ഞാൻ ഒറ്റയ്ക്കായിരുന്നു. ഇപ്പോൾ നമീറും കൂടി ബാക്കിലുണ്ട്. അപ്പോൾ 2 ആൾ വെച്ചും വലിയ കുഴപ്പമൊന്നുമില്ല, നമ്മൾ ഓക്കെ ആയിട്ട് പോകാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ 2 ആൾ വെച്ചിട്ടാണ് ഞാൻ നേരത്തെ 30-60 ഒക്കെ സ്പീഡിലേക്ക് ടച്ച് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ഞാനുള്ളത് ഹൈ മോഡിലാണ്. നമുക്കൊരു 40-50 വരെയൊക്കെ ഇതിട്ട് ടച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഈ റോഡിൽ പറ്റാത്തതുകൊണ്ടാണ് നമ്മൾ വളച്ചെടുക്കുമ്പോഴും കാര്യങ്ങളും ഒന്നും ബുദ്ധിമുട്ടില്ല. ഏകദേശം 130 കിലോ ആട്ടോ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം കുഴപ്പമൊന്നുമില്ലാത്തൊരു വാഹനം. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മൾ ഈ ഒരു വാഹനം, അതായത് ആംപിയർ എന്ന് പറയുന്ന മോഡൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടിയ ഫീലിങ്ങുകൾ. ഇതിന് ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം നമ്മളൊരു വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന ഒരാളാണ്. അതായത് ഇപ്പോൾ നമുക്കൊരു കാറുണ്ട്, കാറിട്ട് എപ്പോഴും നമുക്ക് ടൗണിലേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. അപ്പോൾ കാറൊക്കെ ഉള്ള ആൾക്ക് ഒരു സെക്കൻഡറി വാഹനമായിട്ട് നല്ല അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം എഫിഷ്യൻ്റാണ് പ്രൈസ് വൈസ്, അതായത് നല്ല റേഞ്ചാണ്. അതുപോലെ തന്നെ ആ റേഞ്ച് കിട്ടും. 100 കിലോമീറ്റർ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സാധാരണ ഓട്ടോക്കെ ഓടുന്ന ആളാണെന്നുണ്ടെങ്കിൽ ആഴ്ചയിലൊരിക്കൽ ചാർജ് ചെയ്താൽ അപ്പോൾ ആഴ്ചയിലൊരിക്കൽ ഒരു 15 രൂപയ്ക്ക് ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാഴ്ച ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു വാഹനം. അതേപോലെ തന്നെ ഇപ്പോൾ നമുക്ക് കുറച്ചൊരു വളരെ നല്ല പതിഞ്ഞൊക്കെ, അതായത് കുടുംബകാര്യങ്ങളുമൊക്കെ അങ്ങനെ നോക്കിയുള്ളൊരു കുടുംബസ്ഥൻ എന്ന് പറയുന്ന ഒരാളുണ്ടെങ്കിൽ അയാൾക്ക് നല്ല അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ കുറച്ച് യങ് ആൻഡ് വൈബ്രൻ്റ് ആൾക്കാരുണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ചിൽ ഔട്ട് ചെയ്യാൻ ബീച്ചിൽ പോകുന്നു, അടിച്ചു പൊളിക്കുന്നു, ഫ്രൻസിൻ്റെ കൂടെ കറങ്ങുന്നു, അങ്ങനത്തെ ഒക്കെ ആൾക്കാർക്കും പറ്റിയൊരു വാഹനം. അതായത് എല്ലാ ടൈപ്പ് ഓഫ് ആളുകൾക്കും അവരുടെ ഒരു മൊമെൻറ്റിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എന്നുള്ള എനിക്ക് തോന്നിയത്. ഇതിന് ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇലക്ട്രിക്കാണ്, വലിയ എക്സ്പെൻസ് വരുന്നില്ല, അതായത് കൊണ്ടു നടക്കാൻ മെയിൻ്റനൻസ് കോസ്റ്റും അങ്ങനെ കാര്യമായിട്ട് വരില്ല ഇലക്ട്രിക് ആയതുകൊണ്ട് എന്നുള്ളതാണ്. പിന്നത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററിനെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. ഈ ബാറ്ററിയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് റിമൂവ് ചെയ്യാൻ പറ്റും. അതായത് ഈ ഒരു ഇതിൻ്റെ വാഹനത്തിൻ്റെ ബൂട്ടിൻ്റെ അകത്ത് ഒരു ഭാഗമുണ്ട്. ആ ഭാഗം കൊണ്ട് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ബാറ്ററി എടുത്ത് കൊണ്ടിട്ട് ഫ്ലാറ്റിലൊക്കെ വെച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ കറക്റ്റ് ഈ ഒരു പ്ലഗ് വെച്ചിട്ട് തന്നെ ചാർജ് ചെയ്തോളുന്നില്ല. നമുക്ക് എന്ത് ചെയ്യാം, റൂമിൽ കൊണ്ടുവച്ച് ചാർജ് ചെയ്യാം. അപ്പോൾ രാത്രി ഒരു ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുടെ ആഴ്ചയിലൊരിക്കൽ അത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് താഴെ സൗകര്യം ഇല്ലെങ്കിൽ അത് വേണ്ടി റൂമിൽ കൊണ്ടുവച്ച് ചാർജ് ചെയ്യാൻ ഫെസിലിറ്റി കൊടുക്കാൻ നമുക്ക്. അതായത് റിമൂവബിൾ ബാറ്ററിയാണ് എന്നാണ്, സ്വാപ്പ് ചെയ്യാൻ പറ്റില്ല, റിമൂവബിൾ ബാറ്ററിയാണ്. അപ്പോൾ എന്നാലും ഇത്രയാണ് നമുക്ക് ആംബിയറിൻ്റെ മാഗ്നസ് എന്ന് പറയുന്ന മോഡൽ ഓടിക്കുന്ന സമയത്ത് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടത് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളുണ്ട്, നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് കാണാം. അതുവരെ ചെറിയ